ഞങ്ങൾ UDF സ്ഥാനാർത്ഥി ഷാജഹാൻ മാങ്കൂടിന് വേണ്ടി ഇലക്ഷൻ വർക്കിന് ഇറങ്ങിയവരാണ്. ഇവിടെ 50 വർഷക്കാലമായി LDF സ്ഥാനം പ്രാപിച്ചു. എന്നിട്ട് ഇത്രയും നാളായിട്ട് ഇവിടെ ഈ നാട്ടുകാർക്ക് ഒരു കുടിവെള്ളമോ നല്ലൊരു വീടോ ഒരു താമസ സ്ഥലമോ അല്ലെങ്കിൽ പട്ടയമോ നൽകിയിട്ടില്ല. എന്നിട്ട് ഈ ഇലക്ഷന്റെ തലേ ദിവസം തന്നെ അവർ പട്ടയം നിറങ്ങി കുറെ വോട്ട് പിടിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു കാരണവശാലും ഈ വരുന്ന ജനങ്ങൾ ഒരിക്കലും LDF പോലുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു നമ്മുടെ നാടിന് സഹായമില്ലാത്ത ഒരു പാർട്ടിക്ക് ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത്. നമ്മുടെ UDF സ്ഥാനാർത്ഥിയായ മാങ്കോട് ഷാജഹാനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഓട്ടോ ചിഹ്നത്തിൽ ജയിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. ഇന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് മാങ്കോട് ജനത. കാലങ്ങളായി ഇടതുമുന്നണി ഭരിച്ചിരുന്ന വാർഡിൽ വികസന മുരടിപ്പ് മാത്രമാണ് മാങ്കോട് ഉണ്ടായതെന്ന് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു. അരനൂറ്റാണ്ടുകാലം കുത്തകയാക്കി വെച്ചിട്ടും സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിന് മാറി ചിന്തിച്ചുകൂടാ എന്ന് നാട്ടുകാരും ചോദിക്കുന്നു. പട്ടയത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ നാടകം കളിച്ചതും നാട്ടുകാർ ചോദ്യം ചെയ്യുന്നുണ്ട്. തുടർച്ചയായി ജയിച്ചു വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്? സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പേരിൽ വീണ്ടും വോട്ടഭ്യർത്ഥിച്ച എന്തിന് സാധാരണക്കാർക്ക് മുന്നിൽ എത്തുന്നു? ഇത്രയും കാലം മാങ്കോട് നിന്നും ജയിച്ചു പോയിരുന്ന ജനപ്രതിനിധികളോട് നാട്ടുകാർ ചോദിക്കുന്നത് ഇതൊക്കെയാണ്. പട്ടിണിയോട് പടപൊരുതി ജീവിക്കുന്ന ഒരുപാട് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു ഗ്രാമമാണ് മാങ്കോട്. അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാൻ ഇന്ന് ആർക്കാണ് കഴിയുക? അങ്ങനെയെങ്കിൽ UDFന് തന്നെ വോട്ട് ചെയ്യണമെന്നാണ് സ്ഥാനാർത്ഥി മാങ്കോട് ഷാജഹാനും പറഞ്ഞു വെക്കുന്നത്. ഓരോ ദിവസം കഴിയും തോറും UDFന്റെ പ്രതീക്ഷ കൂടിക്കൂടി വരികയാണ്. ഇന്ന് തന്നെ 8 മണിക്ക് രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. നല്ലൊരു പ്രതികരണമാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഒരു മാറ്റം പ്രതീക്ഷിച്ചാണ് എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും ഞങ്ങളുടെ മുതിർന്ന നേതാക്കളായ എല്ലാവരും കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ എല്ലാ ഘടകകക്ഷികളുടെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും സജീവ പ്രവർത്തനത്തിലാണ്. അപ്പോൾ ഈ പ്രാവശ്യം UDF ജനങ്ങൾക്ക് നൽകുന്ന ഒരു പിന്തുണ അവര് ഈ പ്രാവശ്യം UDFനെ ഈ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷ. മാങ്കോട് എന്ന് പറയുന്നത് എല്ലാവരും എഴുതിത്തള്ളി ഇതൊരു ഇടതുപക്ഷ കോട്ടയാണെന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും അത് ശരിയാണെന്ന് വെച്ചത് ഇപ്പം അവർ മാറ്റം പറഞ്ഞു തുടങ്ങി. ഇവിടെ UDF ജയിക്കുമെന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങി. നമുക്ക് ഈ പ്രാവശ്യം വിജയം ഉറപ്പാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. അങ്ങനെ മാറ്റം കൊതിക്കുന്ന മാങ്കോട് മേഖലയിൽ ജനങ്ങൾ ഒന്നാകെ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ട് മാറ്റത്തിനായി ഒരു വോട്ട് നൽകുവാൻ. ന്യൂസ് ബ്യൂറോ, മാങ്കോട്.